ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മുട്ട പപ്സ് ഉണ്ടാക്കി എന്നുള്ളത്. അന്ന് തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് മുട്ട പപ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെളിച്ചെണ്ണയിലേക്ക് ഞാൻ 2 വലിയ സവോള നീളത്തിൽ ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ബേസ് ആയിട്ട് വേറെ ഒന്നും തന്നെ വെക്കുന്നില്ല, സവോള മാത്രമാണ് വെക്കണം കേട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബാക്കി ഓയിലൊന്നും എനിക്ക് അത്രയ്ക്ക് നന്നായി തോന്നിയിട്ടില്ല. ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേമാതിരി തന്നെ ഗരം മസാലപ്പൊടി, ഇത്ര മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്റ് മസാല, തക്കാളി, ഇതെല്ലാം നിങ്ങൾക്ക് ഇടാം. വെജിറ്റബിൾസ് ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ള മുട്ട പപ്സാണ്. എന്താണ് ഈ ഒരു സിമ്പിളായിട്ടുള്ള മുട്ട പപ്സ് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ ചായക്കടയിലൊക്കെ ഇതാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നാട്ടിലേക്ക് പോയ സമയത്ത് നമ്മുടെ കിച്ചാപ്പൂന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ മുട്ട പപ്സ് എന്നുള്ളത്. അപ്പോൾ അന്ന് മുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് എഗ് പഫ് എന്ന്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയിട്ട് ആ മസാലയുടെ മണമൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ പോകുന്നവരേക്കും വഴറ്റിയിട്ട് ആ മസാല എടുക്കുക. ഡ്രൈ ആയിട്ട് തന്നെ എടുത്തോളൂ, പിളുപ്പിളൊന്നും എടുക്കരുത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് പഫ് പേസ്ട്രി ഷീറ്റാണ്. ആ പഫ് പേസ്ട്രി ഷീറ്റിനെ ഞാൻ ഓരോന്നായിട്ട് സ്ക്വയർ ഷേപ്പാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സവോള നന്നായിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം ഓരോന്നിൻ്റെയും നടുവിൽ ഇങ്ങനെ വെക്കുക. പഫ് പേസ്ട്രി ഷീറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് മാത്രമേ ഫ്രീസറിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് മാത്രമായിട്ട് എടുക്കുക. ഇപ്പോൾ 4 എണ്ണത്തിലും ഞാൻ കറക്റ്റായിട്ടുള്ള രീതിയിൽ നടുവിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട പുഴുങ്ങിയിട്ട് പകുതിയാക്കുക. എന്നിട്ട് ഒരിക്കലും മഞ്ഞക്കരു മുകളിലേക്ക് വരുന്ന മാതിരി ചെയ്യരുത്, പൊട്ടിത്തെറിക്കും. കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഓക്കെ, മുട്ട പകുതിയാക്കിയിട്ട് കമഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ കോർണേഴ്സും ഇങ്ങനെ അടയ്ക്കുക. ഓക്കെ, കറക്റ്റായിട്ട് നമുക്ക് അടയ്ക്കാൻ കിട്ടും. വെള്ളവും കാര്യങ്ങളും ഒന്നും തന്നെ ആവശ്യം വരില്ല. കറക്റ്റായിട്ട് അത് തന്നെ സ്വയം ഒട്ടിപ്പിടിച്ചോളും. ഓക്കെ, ഇതുപോലെ എല്ലാം അടച്ചു വയ്ക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ട് നമ്മുടെ ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ്. 200 ഡിഗ്രിയിലാണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആ ഷൈനും ഗോൾഡൻ കളറും കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടയും പാലും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം നല്ല പോലെ ഒന്ന് എല്ലാവിടെയും ഒന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ആ പപ്സിന് മുകളിൽ നല്ല ഒരു ബ്രൗൺ കളർ ഉണ്ടാവും. ഇതപ്പോൾ 200 ഡിഗ്രിയിൽ ഞാനിത് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ഓരോരുത്തരുടെ ആ OTGക്ക് അനുസരിച്ച് ഡിഫറൻസ് വരും. അതേമാതിരി തന്നെ യൂസ് ചെയ്യുന്ന പഫ് പേസ്ട്രിക്ക് അനുസരിച്ച് ഡിഫറൻസ് വരും. നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ 200 ഡിഗ്രിയിൽ എനിക്കൊരു 15-20 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് എൻ്റെ എഗ് പഫ് എന്നുള്ളത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് റെഡി ആയിരിക്കുന്നത്. സൂപ്പറാണെന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ചെയ്തു കൊടുക്കാവുന്നതുകൊണ്ട് എത്ര എണ്ണം വേണമെങ്കിലും കുട്ടികൾ കഴിച്ചാലും നമുക്ക് ടെൻഷനില്ല. അപ്പോൾ ഇതുപോലെ ഈ വൈകുന്നേരത്തെ സ്നാക്കിനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിന്നറിനോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. സത്യം പറഞ്ഞാൽ പിള്ളേർക്ക് ഇതുപോലത്തുള്ള സംഭവങ്ങളൊക്കെയാണ് ഡിന്നറിനൊക്കെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ചിക്കൻ പഫ് ആയാലും എഗ് പഫ് ആയാലും ഫിഷിൻ്റെ പപ്സ് ആയാലും ഒക്കെ ഞാൻ അതുപോലെ ഉണ്ടാക്കി കൊടുക്കും. സോ ദാറ്റ് അവരുടെ ഡിന്നറിന് ഒരു 3-4 എണ്ണം കഴിച്ചാലും വിരോധമല്ലല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇതപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം ആ ഒരു മുട്ടയോട് കൂടിയിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കേണ്ടതെന്നുള്ളത്. ഒരൊറ്റ കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ, ആ ഉണ്ടാക്കുന്ന സവോള ആ ഒരു ഇത് ഡ്രൈ ആയിരിക്കണം. അതല്ലാതെ വെള്ളം പോലെ കൂട്ടാൻ പോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേസ്ട്രി അങ്ങനെ അതായത് അലിഞ്ഞു പോവും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്ക് തന്നെ കൊടുക്കാം. ഭയങ്കര ഇഷ്ടപ്പെട്ടു അവന് പണ്ട് മുതലേ ആ ചായക്കടയിൽ കഴിച്ചിട്ട് ആ ഒരു ഫീലിംഗ് അവന് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ.